ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹാപ്പി ലാൻഡിൽ പോവാണ്. സോ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു ഇന്ന് അത് നടക്കാനായിട്ട് പോവാണ്. സത്യത്തിൽ ഞങ്ങളിത് ഫസ്റ്റ് വെച്ചത് എൻ്റെ ബർത്ത്ഡേ അന്നാണ്, മാർച്ച് 19. പിന്നെ അത് ക്യാൻസലായി, 25ആയി, 29ആയി. അവസാനം 30-ാം തീയതി ഞങ്ങളെല്ലാവരും കോൺഫറൻസ് വിളിച്ച് ഇതാക്കി 31-ാം തീയതി നമ്മൾ അത് സെറ്റാക്കി. വേറെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ഈ ചൂട് സമയമായതുകൊണ്ട് ഹാപ്പി ലാൻഡിൽ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതുവഴിയാണ് വന്ന് അവർ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നത്. നമ്മളെ വണ്ടിയല്ല, അവരുടെ വണ്ടിയിലാണ്. ഞങ്ങൾ 6 പേരും, റോഷനിയുടെ 2 കുട്ടിപ്പട്ടാളമുണ്ട്. സോ നമുക്കിനി കാപ്പി കുടിക്കണം, കാപ്പി കുടിച്ചിട്ട് ഇറങ്ങാം, അത്രേ ഉള്ളൂ. നമ്മളിനി അങ്ങ് പോകണ്ടല്ലോ, അവർ ഇതുവഴിയല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവർ വിളിച്ചുകൊണ്ട് പോകും. തിരിച്ചറിഞ്ഞാൽ ഇവിടെ ആക്കിയിട്ട് പോകും. അമ്മമാരെ മറ്റേ മിലിറ്ററി ക്യാൻറ്റീനില്ലേ, അതിൻ്റെ അടുത്ത്. അമ്മയൊക്കെ അവിടെ തന്നെ. അയ്യോ എന്തൊരു ചൂട്. അപ്പോൾ ബാക്കി അവിടെ പഠിക്കണം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറി. എന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിപ്പോയി. ഞങ്ങൾക്ക് 10:30 അവിടെ എന്തോ ഓപ്പണിംഗ് ടൈം. 10 മണിക്ക് എന്തോ ആണ്. ഞങ്ങൾ 9:30 ചെന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ വെപ്രാളപ്പെട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങളങ്ങനെ ആദ്യം അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കാരണം ലേഡീസിൻ്റെ അവിടെയാണ് ക്ലോക്ക് റൂം ഉള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ റൈഡിലോട്ട് കയറാനായിട്ട് പോവാണ്. എല്ലാത്തിലും കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിക്കാൻ ഇറങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇവരൊക്കെ ശബ്ദം കേൾക്കണല്ലേ, ലൈറ്റ് ഓഫ് ആവുമല്ലേ. പേടിക്കോ?
രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയോണ്ട് അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയം ആയതുകൊണ്ട് കുട്ടികൾക്ക് വിശന്നിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് പെപ്സിയും ജ്യൂസും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഫുഡ് വന്നു. ഞാൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇച്ച ഊണും അമ്മുവും റോഷ്നിയും ഊണായിരുന്നു. ആദർശനും ഉണ്ണിച്ചേട്ടനും ബീഫ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. പണ്ടത്തെ പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പുള്ളത് കൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റും തോന്നി. ഇപ്പോഴേ സിമ്പിളുടെ വീഡിയോ എടുത്തെന്ന് വെച്ചാൽ പിന്നീട് ഇവിടെ ഫോൺ അലോഡല്ല. അതുകൊണ്ട് ഫോൺ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നനഞ്ഞിരിക്കുന്നത് കൊണ്ടും ഫോൺ അലോഡ് അല്ലാത്തത് വീഡിയോ എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് ഞാനും ഇച്ചയുടെ വീട്ടിലെ വെമ്പായത്ത് പോകുമ്പോഴത്തേക്കും എപ്പോഴും കയറുന്ന കടയാണ് രാജ് തട്ടുകട. ഞങ്ങൾ അവിടെ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ വിത്ത് അന്തി വീഡിയോ. ടാറ്റാ.